നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. നമ്മളോടൊപ്പം ഇന്ന് ചാറ്റിലുള്ളത് പ്രശസ്ത അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രശാന്ത് പി കുറുപ്പാണ്. നമസ്കാരം സർ. ഈ പീഡന പരമ്പരകളുടെ ഒരു വാർത്ത തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലയാള സിനിമയ്ക്കകത്ത് കുറേ പീഡനങ്ങൾ നടന്നു. അതിനെയൊക്കെ വെല്ലുന്ന തരത്തിൽ ഇതാ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പീഡനം. നമ്മൾ ഒരു പരാതി കൊടുക്കാൻ പോകുന്നിടം നമുക്ക് നീതി കിട്ടുന്നിടത്ത് നിന്ന് തന്നെ നമുക്ക് പീഡനം അനുഭവിക്കേണ്ട ഗുരുതരമായ അവസ്ഥ. ഇവിടെയൊക്കെ ഒരു ഹേമ കമ്മിറ്റി പോലത്തെ ഒരു കമ്മിറ്റി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ഓഫീസർമാർ, എന്തൊക്കെ കഥകൾ നമ്മൾ കേൾക്കേണ്ടി വരും സർ. ഞെട്ടിപ്പോവുമല്ലോ അല്ലേ സർ? മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ തുടങ്ങി 2024 വരെ ഇത്തരത്തിലുള്ള പീഡനങ്ങളും അല്ലെങ്കിൽ ലൈംഗിക ചൂഷണങ്ങളും ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കേരളത്തിലെ പോലീസ് സേനയിലെ പീഡനങ്ങളെ സംബന്ധിച്ച് നമ്മൾ എല്ലാവർക്കും ഒരു പരിധിവരെ ഈ രംഗവുമായി ബന്ധമുള്ളവർക്കൊക്കെ അറിയാം. ഇവിടെ വളരെ അതായത് ഇവിടെ പോലീസ് സേനയിൽ വർക്ക് ചെയ്യുന്നതിൽ 60%, 50% ആളുകളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും അതുപോലെ തന്നെ ക്രിമിനൽ ബന്ധമുള്ളവരും മണൽ കള്ളക്കടത്ത് ലഹരി മാഫിയകളുമായി ബന്ധമുള്ളവരും ഒക്കെയാണെന്നൊക്കെ ഈ മേഖലയുമായി ബന്ധമുള്ളവർക്കറിയാം. പക്ഷേ ഇപ്പൊ അടുത്ത സമയത്തായി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ അതിന്റെയൊക്കെ വസ്തുതകളിലേക്ക് പരിശോധിച്ചാൽ നമ്മുടെ സബ് ഇൻസ്പെക്ടർമാരെയോ CI മാരെയോ ഒക്കെ നിയന്ത്രിക്കേണ്ടത് IPS വിഭാഗത്ത് IPS തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. IPS തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാര് പോലും വളരെ കളങ്കിതരാണ്, കളങ്ക പശ്ചാത്തലമുള്ളവരാണ് എന്നുള്ളതൊക്കെ പോലീസ് സേനയിലെ 50% കളങ്കമുള്ള വ്യക്തികളാണെങ്കിൽ IPS സർവീസിലുള്ളവരിലെ ഒരു ന്യൂനപക്ഷം, അത് പ്രബലമായ ഒരു ന്യൂനപക്ഷം ഇത്തരത്തിലുള്ള മോശപ്പെട്ട ട്രാക്ക് റെക്കോർഡ് ഉള്ളവരാണെന്നുള്ളതാണ് സത്യം. അപ്പൊ അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ മാധ്യമങ്ങളിൽ ആഘോഷിച്ച ഒരു വാർത്തയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സബ് ഇൻസ്പെക്ടർ ഒരു കൊലക്കേസിലെ പ്രതിയെ പിടിക്കാൻ വേണ്ടി തിരുവനന്തപുരം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും കൊല്ലം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെത്തി ഒരു പ്രതിയുടെ വീട്ടിൽ കയറി കാണിച്ച അതിക്രമങ്ങൾ, ഒരു പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ആളുടെ വീട്ടിൽ കയറി കാണിച്ച അതിക്രമങ്ങൾ, അവസാനം അയാൾ പ്രതിയല്ല എന്ന് ബോധ്യപ്പെടുകയും വീട്ടിൽ കയറി അയാളുടെ ഭാര്യയെയും ഈ പ്രതിയല്ലാത്ത ആളുടെ ഭാര്യയെയും അയാളുടെ അമ്മയെയും അയാളെയും വളരെ മൃഗീയമായി ഉപദ്രവിച്ച് ഇയാളെ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം വഴിവക്കിൽ മർദ്ദിച്ചതിന് ശേഷം വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് തിരിച്ചുപോയി. അത് കേരളത്തിൽ നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അതൊരൊറ്റപ്പെട്ട സംഭവമാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവം ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ പല സ്റ്റേഷനിലും സബ് ഇൻസ്പെക്ടർമാരായിട്ടിരിക്കുന്നവരും CI മാര്, DYSP മാര് അല്ലെങ്കിൽ SP റാങ്കിലൊക്കെ ഉള്ളവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് മോശപ്പെട്ട ട്രാക്ക് റെക്കോർഡ് ഉള്ളവരാണെന്നുള്ളതാണ് ഒരു യഥാർത്ഥമായ ഒരു വസ്തുത. തിരുവനന്തപുരം ഏറ്റവും മികച്ച ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ തൊടുപുഴ കരിങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാൾ കരിയിലകുളങ്ങര ഇരുന്ന സമയത്ത് ഒരു വിവാദമുണ്ടായി. അയാള് കരിങ്കുന്നം സ്റ്റേഷനിൽ തൊടുപുഴയിലെ കരിങ്കുന്നത്തിരിക്കുന്ന സമയത്ത് അയാൾ മദ്യപിച്ചതിന് ശേഷം അമിതമായ മദ്യാവസ്ഥയിൽ മദ്യപിച്ച് മതോന്മത്തനായി അയാൾ അവിടെ ഒരു വീട്ടമ്മയെ കയറി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കേസിൽ അതിൽ പ്രതിയാവുകയും അയാളെ DIG ആയിരുന്ന പുത്ത വിമലാദിത്യ സർവീസിൽ നിന്നും വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങി പുറത്തു പോകാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷെ ഏറ്റവും അവസാനം അയാൾ ഇപ്പോഴും അയാൾ സർവീസിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഈ ചാലക്കുടി CI ആയിരുന്ന ചാലക്കുടി CI ആയിരുന്ന സമയത്ത് ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ആള്, അത് കോടതിയിൽ കേസും പ്രശ്നങ്ങളും ഒക്കെ ആയെങ്കിൽ പോലും അയാൾ ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ ഇപ്പോഴും കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ ജോലി ചെയ്യുകയാണ്. അതും ഈ ചാലക്കുടി CI ആയിരുന്ന സമയത്ത് ഇയാള് ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ഭാര്യയെ റേപ്പ് ചെയ്യാൻ വേണ്ടി കയറിയത് പോലീസ് ക്വാർട്ടേഴ്സിലാണെന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ആ നിസ്സഹായനായ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ സ്വന്തം ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ ഒരു CI ശ്രമിക്കുമ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ, അതും ഒരു അച്ചടക്കമുള്ള സംഘടന, അച്ചടക്കമുള്ള ഒരു പോലീസ് ഫോഴ്സിനകത്തിലെ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മാനസിക നില നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പരവൂർ CI ആയിരിക്കെ ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിളുമായിട്ട് വഴിവിട്ട ബന്ധവും
അത് കേസും പ്രശ്നങ്ങളും ഒക്കെയായി മാറുകയും അവസാനം അത് ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം അയാളെ അറിയപ്പെടുന്നത്, ആ CI അറിയപ്പെടുന്നത് തന്നെ പട്ടാളം എന്നുള്ള വിളിപ്പേരിലാണ്. അത് പട്ടാളം എന്നുള്ള അയാളുടെ വിളിപ്പേര് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അത്രമാത്രം കുപ്രസിദ്ധനായ ഒരു CI ആയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ പരവൂർ CI. ഈ പരവൂർ CI ആയിരുന്ന ഈ പിന്നെ ഇൻസ്പെക്ടർ അവസാനം അത് കോടതിയിൽ വെച്ച് മധ്യസ്ഥത എത്തി, സമ്മർദ്ദം ചെലുത്തി ആ കേസ് തീർപ്പാക്കി അയാളും ഇന്ന് സർവീസിൽ തുടരുകയാണ്. അപ്പൊ അങ്ങനെ കേരളത്തിലെ സബ് ഇൻസ്പെക്ടർമാരായാലും സർക്കിൾ ഇൻസ്പെക്ടർമാരായാലും അല്ലെങ്കിൽ DYSPമാരായാലും അടക്കമുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രിമിനൽ ട്രാക്ക് റെക്കോർഡ് ഉള്ളവരാണ് എന്നുള്ളതാണ് ഒരു യഥാർത്ഥമായ വസ്തുത. സർ, അവിടെയാണ് നമുക്കൊക്കെ സംശയങ്ങൾ ജനിക്കുന്നത്. കാരണം ഒരു ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട ഗവൺമെൻറ്, അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ് ഇത്തരം ട്രാക്ക് റെക്കോർഡുകൾ മോശമായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അവരുടെ പേരിലൊരു താൽക്കാലികമായിട്ടൊരു ഒരു സസ്പെൻഷൻ നടപടിയൊക്കെ ഇവരെടുക്കും. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സകല ഉഡായിപ്പുകളും ഇവരെ കാണിച്ചു കൂട്ടിയിട്ട് പിന്നീട് ഈ ഉദ്യോഗസ്ഥരെ എല്ലാം സർവീസിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആദ്യം ഇതിനെതിരെ വലിയ സമരങ്ങളൊക്കെ മറ്റു പ്രതിപക്ഷ പാർട്ടികളൊക്കെ നടത്തും. പക്ഷേ ആ ഒരു വിഷയത്തെ മാധ്യമങ്ങളൊക്കെ ഒന്നങ്ങ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആ ഉദ്യോഗസ്ഥൻ സർവീസിൽ തിരിച്ചു കയറിയാലും ഒന്നും മാധ്യമങ്ങൾക്കും പ്രശ്നമല്ല, മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രശ്നമല്ല എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ വലിയ സ്ത്രീപക്ഷ രാഷ്ട്രീയമൊക്കെ പറയുന്ന നാടാണല്ലോ സാർ നമ്മളേത്, നമ്മൾ വലിയ സ്ത്രീപക്ഷത്തിൻ്റെ നാടാണല്ലോ. എന്നിട്ടും ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് സാർ കരുതുന്നത്? ഇതിനൊരു പരിധി വരെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും മേലെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതിനെയൊക്കെ വെള്ള പൂശുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഈ ഇപ്പോഴത്തെ DGPക്ക് മുമ്പുണ്ടായിരുന്ന പോലീസ് ചീഫ്, ആ പോലീസ് ചീഫ് അദ്ദേഹത്തിന്റെ പേര് അനിൽകാന്ത്. ഈ അനിൽകാന്ത് SP ആയിരുന്ന സമയത്ത് ഒരു പട്ടികവർഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയാവുകയും അത് അയാളുടെ സർവീസ് ബുക്കിൽ വരെ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇപ്പോഴും അദ്ദേഹത്തിന്റെ സർവീസ് ബുക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ നിഷ്പക്ഷരായ സ്ത്രീപക്ഷവാദികൾ പരിശോധിച്ചാൽ ആ സർവീസ് ബുക്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു കേസിനകത്തിൽ ഗുരുതരമായ കുറ്റകൃത്യത്തിനകത്തിൽ ആരോപണ വിധേയനായ അനിൽകാന്തിനെയാണ് കഴിഞ്ഞ നമ്മുടെ ഗവൺമെന്റ് പോലീസ് ചീഫാക്കിയത്. അദ്ദേഹത്തെ അന്ന് ഈ പട്ടികവർഗത്തിൽപ്പെട്ട ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ട കേസിനകത്തിൽ പ്രതിയാക്കപ്പെട്ട സമയത്തും അതിനകത്തിൽ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയതിനു ശേഷവും ഉള്ള തുടർ നടപടികളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റുമാണ്. അപ്പം കോൺഗ്രസ് നേതൃത്വത്തിൽ കൊടുക്കുന്ന ഗവൺമെന്റ് ആ കാലഘട്ടത്തിൽ അയാളെ സംരക്ഷിച്ചു എങ്കിൽ അത്രയും കളങ്കിതനായ വ്യക്തിയെ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ അദ്ദേഹം പോലീസ് ചീഫ് ആയപ്പോൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു? ഇല്ല. ഈ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ അന്ന് രാഷ്ട്രീയമായ സംരക്ഷണം കൊടുത്തെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റാണ് അയാളെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആക്കിയത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം, നമ്മൾ എന്തുമാത്രം വിരോധാഭാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ട്രെയിനിൽ നിന്ന് നമ്മളെ പത്രത്തിലും TV-യിലും ഒക്കെ വായിച്ചൊരു സംഭവമാണ്. ട്രെയിനിൽ വെച്ച് ഒരു സ്ത്രീയെ മദ്യപിച്ച് കടന്നു പിടിച്ചു. അതും ലെവലേശം വെളിവില്ലാതെ കടന്നു പിടിച്ച ഒരു IPS ഉദ്യോഗസ്ഥൻ സർവീസിലുണ്ട്. ആ IPS ഉദ്യോഗസ്ഥൻ അതായത് DIG ആണ്. അപ്പൊ ആ ഉദ്യോഗസ്ഥന്റെ പേരിലുള്ള പരാതിയും നടപടിയും ഒക്കെ അത് സസ്പെൻഷനിലും ഒക്കെയായി മാധ്യമങ്ങളൊക്കെ ഒരുപാട് ആഘോഷിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് പല വിവാദങ്ങളിൽ ചെന്നുവിട്ടു. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് തന്ത്രപ്രധാനമായ ഒരു തസ്തിക ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഗവൺമെന്റിനെ കുറ്റം പറയുന്നതല്ല. ഗവൺമെന്റ് ഇടതാണെങ്കിലും വലതാണെങ്കിലും ഇനിയും BJP അധികാരത്തിൽ വന്നാലും ഈ പോലീസിലെ ക്രിമിനലുകളെ, കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് മന്ത്രിമാരുടെ മുമ്പിൽ സാഷ്ടാംഗം നിന്ന് സല്യൂട്ട് അടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏത് മന്ത്രിക്കും ഏത് രാഷ്ട്രീയ നേതാവിനും രോമാഞ്ചം ഉണ്ടാവും. ഇപ്പൊ ഒരു പരിധി വരെ ഇപ്പൊ നമ്മുടെ ജുഡീഷ്യറി ഉള്ളത് കൊണ്ടാണ് ഒരു പരിധി വരെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ക്രൂരതകൾ
പലപ്പോഴും ശിക്ഷാവിധികളായിട്ടോ അല്ലെങ്കിൽ വകുപ്പുതല നടപടികളായിട്ടോ വരികയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കടുത്തമായ നടപടികളിലേക്ക് കോടതികൾ നിർദ്ദേശം കൊടുക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ പോലും ഒരു പരിധിവരെ നമ്മുടെ ഈ മൂന്ന് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഒക്കെ തന്നെ അവരുടെ മുമ്പിൽ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ മുമ്പിൽ വിനീത വിധേയന്മാരായി ഇത്തരത്തിലുള്ള പീഡകന്മാരെല്ലാം അവരുടെ മുമ്പിൽ വളരെ വിനീത വിധേയന്മാരായി അഭിനയിക്കുകയും പെരുമാറുകയും ചെയ്യും. അപ്പൊ IPS രംഗത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി ഇതാണെങ്കിൽ ഇതിനെ ഈ CI-മാരെയും DYSP-മാരെയും SI-മാരെയും ഒക്കെ നിയന്ത്രിക്കേണ്ടത് ഈ IPS കേഡറിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ ഇവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശക്തമായ നടപടി എടുക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കത്തില്ല. ഈ അടുത്ത കാലത്ത് IPS കിട്ടിയ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ 2015 മുതൽ ഒരു പീഡന കേസിനകത്ത് പ്രതിയായി 2020 അദ്ദേഹം അത് കാലുപിടിച്ച് അവസാനം ആ കേസ് അവസാനിപ്പിക്കുകയും അടുത്ത സമയത്ത് അദ്ദേഹത്തിന് IPS കിട്ടുകയും ചെയ്തു. അയാൾ ഇപ്പം കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ ഒരു സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആയിട്ട് ഒരിടത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ IPS രംഗത്ത് തന്നെ നിരവധി ഉദ്യോഗസ്ഥന്മാർ ഈ കുഴപ്പക്കാരനായ കരിങ്കുന്നത്തെ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കേസിലെ തൊടുപുഴ കരിങ്കുന്നത്ത് സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കേസിലെ സബ് ഇൻസ്പെക്ടറുടെ അയാൾ കരിയിലകുളങ്ങര SI ആയിരുന്നു. അതിനുശേഷം അയാൾ കരിയിലകുളങ്ങര സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയ സമയത്താണ് വിവാദം ഉണ്ടായത്. പക്ഷേ ആ കരിങ്കുന്നത്ത് വെച്ച് ഉണ്ടായ ഈ തരത്തിലുള്ള സംഭവത്തിനെ നടപടിയെടുക്കാൻ പുട്ടാ വിമലാനത്തെ ശുപാർശ ചെയ്തെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പരവൂർ CI ആയിരുന്ന സമയത്തെ സംഭവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ചാലക്കുടി CIയുടെ കേസിനാണെങ്കിലും ഒക്കെ തന്നെ നടപടിയെടുക്കേണ്ട IPS ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഇത്തരക്കാരുടെ പേരിൽ നടപടിയെടുക്കാതെ ഇവർക്കെതിരെയുള്ള റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കുകയും ഇവർക്കെതിരെയുള്ള നടപടികളിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. സാറ് പറഞ്ഞതുപോലെ ഒരുപാട് കുപ്രസിദ്ധരായ പോലീസുകാരൊക്കെ ഇപ്പോഴും സർവീസിൽ തുടരുന്നു എന്നത് വല്ലാത്തൊരു ജനങ്ങളുടെ കഷ്ടകാലം എന്നല്ലാതെ എന്താണ് സാർ പറയുക? വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് വന്നാലും സാധാരണക്കാരൻ്റെ പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പോലീസ് അസോസിയേഷൻ ഉണ്ട്, IPS അസോസിയേഷൻ ഉണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറയുന്ന സമയത്തും ഒരുപാട് നല്ല പോലീസുകാരുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഒരുപാട് രക്തം കൊടുക്കുന്ന, ഒരുപാട് ആളുകളെ സഹായിക്കുന്ന, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, കൃത്യമായി കേസ് അന്വേഷിക്കുന്ന ഒരുപാട് പോലീസുകാർ, നന്മയുള്ള പോലീസുകാർ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പോലും പരാതികൾ കേൾപ്പിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സിസ്റ്റം മാറിപ്പോകുന്നു എന്നുള്ളിടത്താണ് ഈ ഒരു വലിയ നമുക്കൊക്കെ സങ്കടം തോന്നുന്നത്. ഇപ്പം തന്നെ ഈ മലപ്പുറത്ത് ഒരു പരാതി കൊടുക്കാൻ വന്ന യുവതിയെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും ആ കുട്ടിയോട് ചോദിച്ചത്, നീ ഇത് 2-3 ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തേഞ്ഞൊന്നും പോകത്തില്ലല്ലോ എന്ന ഏറ്റവും ക്രൂരമായ ചോദ്യം വരെ ചോദിച്ചു എന്നാണ് സാർ മനസ്സിലാവുന്നത്. ആ ആരോപണമാണ്, പുറത്തു വരട്ടെ. എങ്കിലും ഇങ്ങനെയൊക്കെ നമ്മുടെ പോലീസ് സേന പെരുമാറുമ്പോൾ സാധാരണക്കാരന് എവിടെയാണ് സാർ ആശ്രയം? സാധാരണക്കാരന് ആശ്രയമില്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഇതിന്റെ ഒരു സംഗ്രഹം. നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസിലെ ഒരു പ്രതിയായ സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ വെച്ച് ഒരു ചീറ്റിംഗ് കേസിലെ പ്രതിയുടെ ഭാര്യയെ ബലാത്സംഗം ചെയ്ത കേസിലെ ഒരു സബ് ഇൻസ്പെക്ടറെ പോലീസ് സേനയിൽ നിന്നും പിരിച്ചുവിടാൻ ഉത്തരവിട്ടു. ഒടുവിൽ അയാൾ അത് കോടതിയിൽ പോയതിനു ശേഷം സർക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അയാൾ ഇപ്പോഴും അകത്താണോ പുറത്താണോ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ്. പിന്നെ കേരള പോലീസിൽ നിന്നും പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യപ്പെട്ട ഗുരുതരമായ സ്വഭാവദൂഷ്യമടക്കം കൃത്രിമത്തിനടക്കം എല്ലാ തരത്തിലുള്ള അധാർമാർഗീയ പ്രവൃത്തികൾക്കും അടക്കം പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യപ്പെട്ട തൊടുപുഴ CI ആയിരുന്ന NG ശ്രീമോൻ ഇന്ന് കേരള പോലീസിൽ പിരിച്ചുവിട്ടപ്പെട്ടതിന് ശേഷം കൊടുത്ത അപ്പീലിൽ അയാളും തിരിച്ച് പോലീസ് സേനയിൽ തിരിച്ചു കയറി. ഞാൻ ഈ പറഞ്ഞ പരവൂരിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ച കേസിനകത്തിലെ പ്രതിയായ സബ് ഇൻസ്പെക്ടർ സർവീസിൽ തിരിച്ചു കയറി. അത്തരത്തിലുള്ള നിരവധി പീഡകന്മാർ ഉണ്ട്. അതുകൊണ്ട് ഈ
മലപ്പുറത്തെ SP ആയിരുന്ന സുജിത് ദാസിനെ പറ്റി നമ്മൾ ഇപ്പോഴാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. സുജിത് ദാസ് എത്രയോ കാലം മുമ്പ് ഈ പ്രവൃത്തികളൊക്കെ തുടങ്ങിയ ആളാ സുജിത് ദാസ്. സുജിത് ദാസ് ഇത് ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലല്ലോ. സുജിത് ദാസിന് സ്വന്തമായി ഒരു അധോലോക സാമ്രാജ്യം ഉണ്ടായിരുന്നു. ഇതൊരു വിഷയം വരുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർക്കൊരു വേറൊരു പുതിയ വിഷയം കിട്ടുമ്പോൾ അവർ ആ വിഷയം വിട്ടുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് പോകും. പിന്നെ ഇതിന് യാതൊരു ഫോളോ അപ്പും ഉണ്ടാകുന്നില്ല. സുജിത് ദാസിനെ പറ്റിയുള്ള എന്തെല്ലാം ഗുരുതരമായ ആരോപണങ്ങൾ സുജിത് ദാസിനെ പറ്റിയുണ്ട്. എറണാകുളം മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്തിരുന്ന സമയത്ത് ഇതിനു മുമ്പ് തന്നെ സ്ത്രീകൾ അയാളെ പറ്റി പരാതിപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പോലീസ് ക്വാർട്ടേഴ്സിനകത്ത് തടി മുറിച്ച് കടത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ദേശീയപാതയിൽ സുജിത് ദാസ് ഇരുന്ന സമയത്തെ ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എയർപോർട്ടിന്റെ റോഡിൽ ഉള്ള കച്ചവടം രാത്രി 10 മണിക്ക് ശേഷം കച്ചവടം പാടില്ല. എല്ലാ കടകൾക്കും നിർദ്ദേശം കൊടുത്തു, രാത്രിയിൽ കച്ചവടം പാടില്ല. അപ്പൊ എല്ലാവരും മാധ്യമങ്ങൾ, അന്നത്തെ മാധ്യമങ്ങൾ വരെ അദ്ദേഹങ്ങളെ കുറച്ച് ഏതാനും മാധ്യമങ്ങൾ വരെ ഈ സുജിത് ദാസിനെ പുകഴ്ത്തി. അത് ഗുണകരമായ തീരുമാനമാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എയർപോർട്ട് റോഡിൽ സ്വർണവുമായി വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വർണവുമായി വരുന്ന ഗ്രീൻ ചാനൽ സംവിധാനം ഉപയോഗിച്ചും കസ്റ്റംസിനെ സ്വാധീനിച്ചും സ്വർണവുമായി പുറത്തിയാടുന്ന സംഘത്തെ ESPയുടെ നേതൃത്വത്തിലുള്ള സംഘം വഴിയിലിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ച് സിനിമയിലെ വെല്ലുന്ന ചേസ് രംഗങ്ങൾ കൂടി അടക്കം പിടികൂടും. ആ പിടികൂടുന്ന സമയത്ത് ഒരു സാക്ഷി പോലും ഉണ്ടാവാതിരിക്കുവാനാണ് എയർപോർട്ട് റോഡിനെ കടകളെല്ലാം രാത്രി 10 മണിക്ക് ശേഷം അടപ്പിച്ചതിന് ശേഷം ഈ സ്വർണം പിടിച്ചതിന് ശേഷം ഈ സ്വർണം കൊള്ളയടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കള്ളക്കടത്ത് സ്വർണം സർക്കാർ ഖജനാവിലേക്ക് കിട്ടേണ്ട സ്വർണം, അങ്ങനെ സ്വർണ്ണക്കടത്തും മനുഷ്യക്കടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് ഇതിനു മുമ്പ് വെളിപ്പെട്ടിട്ടില്ലേ? ഒരു മണൽ മാഫിയയുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരള പോലീസ് സർവീസിലില്ലേ? ഏതാണ്ട് 50ഓളം കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനിലെ പെട്ട, അല്ലെങ്കിൽ അത് ഒറ്റ സംഘടനയാണ്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഒരിക്കലും സാധാരണക്കാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയോ പോലീസിലെ സത്യസന്ധന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയോ അല്ല. ഇതുപോലെയുള്ള സംഘടിതരായിട്ടുള്ള ഇതിന്റെയൊക്കെ തലപ്പത്ത് വരുന്നത് ഇപ്പൊ ഇരിക്കുന്നവരെ പറ്റിയോ മുമ്പിരുന്നവരെ പറ്റിയോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പലപ്പോഴും ഇതിന്റെയൊക്കെ തലപ്പത്തെത്താൻ വെമ്പൽ കാണിക്കുന്നത്, ഇതിന്റെയൊക്കെ തലപ്പത്തെത്താൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള ആളുകളാണ്. അവർക്ക് ഇതൊക്കെ ഒരു സംരക്ഷണ കവചമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത് കുറച്ചു കഴിയുമ്പോൾ കേരളത്തിലെ നമ്മുടെ പ്രബുദ്ധരായ ജനങ്ങളും മറക്കും. 5 or 6 ഒരു മാസം കഴിയുമ്പോൾ ഈ സുജിത് ദാസിനെ തന്നെ അന്ന് വരുന്ന അന്നത്തെ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ സ്വാധീനിക്കപ്പെടാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അട്ടിമറികൾ ഇതിനകത്ത് സംഭവിച്ചേക്കാം. പക്ഷെ കേരളത്തിലെ പോലീസ് സംവിധാനം വളരെ മോശപ്പെട്ട നിലയിലാണ് കഴിഞ്ഞ UDF കാലഘട്ടത്തിലും കഴിഞ്ഞ LD, അതിനകത്ത് ഇപ്പോഴത്തെ ഈ PV അൻവർ തുറന്നു വിട്ട വിവാദം ഒന്നും വേണ്ട. UDF ഇരുന്ന സമയത്തും ഇതുപോലൊക്കെ തന്നെയായിരുന്നു സ്ഥിതി. അത് ഇടതുപക്ഷ മുന്നണി മാറിയപ്പോൾ, സാധാരണ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുമ്പോൾ നമ്മൾ ജനപക്ഷ മുന്നണി എന്നാണ് വിലയിരുത്തുന്നത്. ഇടതുപക്ഷ മുന്നണി മാറി UDF മുന്നണി മാറി ഇടതുപക്ഷ മുന്നണി അധികാരത്തിലെത്തിയപ്പോൾ കുറച്ച് വ്യത്യാസം വരേണ്ടതാണ് തീർച്ചയായിട്ടും. കാരണം സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി പ്രബലമായി ഈ അധോലോക സംഘങ്ങൾ കുറച്ചുകൂടി കരുത്താർജിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഉടനെയൊന്നും ഈ പോലീസ് സംവിധാനത്തിൽ നിന്നും തുടച്ചു നീക്കാൻ പറ്റത്തില്ല. ഇത് ഓരോ ദിവസങ്ങൾ കഴിയും തോറും ശക്തമാവുക മാത്രമേ ഉള്ളൂ. അതിനൊരു കമ്മിറ്റിയോ കമ്മീഷനെയോ വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുള്ള ക്രിമിനലുകളെ പറ്റി ഭരണാധികാരികൾക്കറിയാം, ഈ കേരളത്തിലെ തന്നെ ഉയർന്ന പോലീസിലെ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. എന്തായാലും സർ, ഈ പോലീസിനകത്ത് നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസ് സേനയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയമാണ് സർ വരുന്നത്. അതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ കാര്യം പരമ അബദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് സാറ് പറഞ്ഞതുപോലെ ഇവിടുത്തെ യാഥാർത്ഥ്യം. ഏത് ഗവൺമെൻറ് വന്നാലും ഇവിടെയുള്ള പ്രബലമായ ആളുകൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന, അല്ലെങ്കിൽ അത്തരം കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു രീതി തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മാറ്റം എന്തെങ്കിലും വരുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി സാർ.